എന്നൊരു തോന്നുന്നുണ്ടോ? കോഹ്ലി ഇപ്പൊ ഒരു എന്താ പറയുക ഇവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടിക്കകത്ത് കോഹ്ലിക്കെതിരെ കേസ് വരും. ഉറപ്പായിട്ടും കോഹ്ലി ഇതിനകത്ത് ഇടപെടേണ്ട ആളല്ല. കോഹ്ലി പറഞ്ഞതൊക്കെ കോഹ്ലിക്ക് അറിയാത്ത കാര്യങ്ങളാണ്. ഒരു തെളിവും ഇല്ലാതെ എലിസബത്ത് മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് പറയാൻ ഇവക്ക് തന്നെ 15 വർഷം മുമ്പെന്ന് പറയുന്നത് കോഹ്ലിക്ക് 9 വയസ്സാണ്. അന്നോട്ട് ഒരു രീതിയിലും കോഹ്ലിക്ക് തെളിയിക്കാൻ പറ്റത്തില്ല എലിസബത്ത് മരുന്ന് കഴിക്കുന്നുണ്ട്. എലിസബത്തിന്റെ അമ്മയൊക്കെ പറയുകയാണെങ്കിൽ ഓക്കെ, എലിസബത്ത് 15 വയസ്സ് തൊട്ട് അവർക്കറിയാം. അത് ബാലയ്ക്ക് എങ്ങനെ അറിയാം എലിസബത്ത് 15 വയസ്സ് തൊട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്? ഏത് മെഡിക്കൽ റെക്കോർഡുണ്ട് ഇവരുടെ കയ്യിൽ? ഒന്നുമില്ല. അപ്പൊ അത് ചുമ്മാ പറഞ്ഞ അപവാദം. ഒരു മനുഷ്യനെ പറ്റി അവർക്ക് എന്തോ കുഴപ്പം, എന്ത് അസുഖമാണെന്ന് പറഞ്ഞു. അവർ പറയുന്ന മാനസികമായ പ്രശ്നങ്ങൾ. ഇവരൊക്കെ മാനസികമായിട്ട് പ്രശ്നം ഉണ്ടെന്ന് ഇതിനു മുമ്പ് ആറാട്ടെണ്ണം നിർത്തി പറഞ്ഞിട്ടുണ്ട് വീഡിയോയ്ക്കകത്ത്. അയാൾക്ക് മാനസികമായിട്ട് പ്രശ്നമുള്ള ആളാണെങ്കിൽ അയാളുടെ മരുന്ന് വരെ എടുത്ത് കാണിപ്പിച്ചാണ് ഈ ബാലം. അതെല്ലാം നമ്മൾ കണ്ടത്. അങ്ങനെ ചെയ്യാനേ പാടില്ലാത്ത കാര്യങ്ങൾ. ഒരിക്കലും വേറൊരാളുടെ അസുഖമോ മറ്റു കാര്യങ്ങളോ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വെറുതെ പറയും. ഉള്ളത് പോലും പറയാൻ പറ്റത്തില്ല പബ്ലിക്കിൽ നിന്ന് വേറൊരാള്. അപ്പോഴാണ് ഇല്ലാത്തത് പറയുന്നത്. അത്രയും വലിയ ഒരു സിവിയർ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ കോഹ്ലി നടത്തിയേക്കുന്നത്. കോഹ്ലി കൊണ്ട് ജയിച്ച ഇവൻ പറയാതിരുന്ന മനഃപൂർവ്വ. കോഹ്ലിക്ക് ഇത് മനസ്സിലായി വരുന്ന സമയം എടുക്കും. മനസ്സിലായോ? അത് മാത്രല്ല, ഈ റിലേഷൻഷിപ്പിലും മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ കോഹ്ലി ട്രാപ്ഡ് ആയതാണ് ബാലയിൽ നിന്ന്. ഇനി പുള്ളിക്കാരിക്കും അത് കുറച്ച് സമയം എടുക്കും രക്ഷപ്പെടണമെങ്കിൽ. ആദ്യം നമ്മളിപ്പോ പറയുന്ന അമൃതയുടെ നമ്മൾ എന്താ കാണുന്നത്? നമ്മൾ വീഡിയോ കാണുന്നത് മതി ഇതിനകത്ത് മനസ്സിലാക്കാൻ. അതായത് അമൃതയുടെ കൂടെ നടക്കുന്നു, ഇന്റർവ്യൂ കൊടുക്കുന്നു, ഭയങ്കര സ്നേഹം, ഏതൊക്കെ പറയുന്നു, പാട്ടുപാടുന്നു, വാവ് നല്ല സൂപ്പർ കപ്പിൾ. പിന്നടിയ ഫസ്റ്റ് ഹാഫ് ലവ് ആണ്, സെക്കൻഡ് ഹാഫ് ആക്ഷൻ ആണ്, വയലൻസ് ഉണ്ടാ, ലാഗില്ല, എല്ലാരും നല്ലപോലെ ചെയ്തിട്ടുണ്ടാ, ഇതല്ലേ നടക്കുന്നത്. പിന്നെ മറ്റേ പറയും ബാലയുടെ കൊള്ളാം, അമൃതയുടെ പാട്ട് കൊള്ളാം, എലിസബത്ത് നല്ല ഡോക്ടറാണ്, ഇതല്ലേ വേറൊന്നും. ഇതാ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ എലിസബത്തിനെ കെട്ടുമ്പോഴും ഇത് തന്നെ ഫസ്റ്റ് ഹാഫ് ലവ് ആണ്. ഈ കഥയ്ക്കൊരു വ്യത്യാസമൊന്നുമില്ല, സ്ഥിരമായ കഥയാ. ആക്ടേഴ്സ് മാത്രമേ, ഈ നടികൾ മാത്രമേ മാറുന്നുള്ളൂ. നടൻ അതുപോലെ തന്നെ അവിടെ ഇരിപ്പുണ്ട്. മനസ്സിലായോ? സെക്കൻഡ് ഹാഫ് അടിയായി.